ഉണ്ടാവണം. ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ചന്തുപതിയെ കണ്ണു തുറന്നു. നല്ലൊരു ഉറക്കുറങ്ങിയപ്പോൾ തന്നെ ശരീരത്തിന്റെ പകുതി ക്ഷീണം കുറഞ്ഞിരുന്നു അവൾക്ക്. താൻ സൂര്യയുടെ നെഞ്ചിലാണെന്ന് മനസ്സിലായതും അവൾ വേഗം ചാടി എഴുന്നേറ്റു. സൂര്യ അവൾ എഴുന്നേറ്റ് അറിഞ്ഞതും അവനും കണ്ണു തുറന്നു. ഞെട്ടിപ്പിടഞ്ഞ് പേടിയോടെ നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. പത്മ. അവൻ അവൾ ഉറച്ച ശബ്ദത്തോടെ വിളിച്ചതും അവൾ ശരിക്കൊന്ന് ഞെട്ടിപ്പോയി. സൂര്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് ചെന്നു. പേടിയോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അവൻ്റെ ഉള്ളിൽ മുള്ളുകുത്തും പോലെ വേദന തോന്നി. അവൻ്റെ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു വിട്ടുകൊണ്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മാത്രം സൂര്യേട്ടൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി. ചന്തു. അവൻ ആർദ്രമായി വിളിച്ചതും അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. അവളുടെ സങ്കടം അവന് മനസ്സിലായിരുന്നു. കരയില്ല പെണ്ണെ, നീ എന്നെ ഇങ്ങനെ തോൽപ്പിക്കാതെ പ്ലീസ്. അവൻ്റെ വാക്കുകളിലെ ദയനീയത അവളെയും തളർത്തിക്കളഞ്ഞു. ചന്തു അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എനിക്ക് പറ്റുന്നില്ല, പ്ലീസ്. എൻ്റെ പഴയ സൂര്യേട്ടനാകൂ. എനിക്ക് പുതിയ ആൾ ഒട്ടും പറ്റുന്നില്ല, പ്ലീസ്. അവൻ്റെ നെഞ്ചിൽ തലയിട്ട് ഉരുട്ടി കരഞ്ഞു അവൾ. അവനവളെ വരിഞ്ഞു മുറുകി അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി. ഏറെ നേരം ചന്തു അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ തിരികെ നാട്ടിലേക്ക് പൊക്കോട്ടെ? നീണ്ട മൗനത്തിന് ശേഷം അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എന്തിന്? അവൻ്റെ മിഴികൾ കുറുകി. അവനിൽ ഗൗരവം നിറഞ്ഞു. ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതി ഞാൻ അവിടെ ജീവിച്ചോളാം. നിങ്ങളുടെ പരമനായി എൻ്റെ ആ പാവം ചെക്കൻ്റെ പെണ്ണായി കാത്തിരിക്കാം. എനിക്ക് വിങ്ങിപ്പൊറുക്കി പറയുന്നവളിൽ നിന്നും അവൻ വേഗം അകന്നു മാറി. നടക്കില്ല. നീ കരുതും പോലെ ഒന്നുമല്ല ഞാൻ. നിന്റെ നാവിൽ നിന്നും സത്യങ്ങളെല്ലാം നാട്ടിലുള്ളവർ അറിഞ്ഞാ പേടിയല്ല എനിക്ക്. നിന്നിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായാൽ നിന്നെ വേദനിപ്പിക്കേണ്ടി വരും എനിക്ക്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഭ്രാന്തിയാക്കി മാറ്റാനും ഞാൻ മടിക്കില്ല. വന്യത നിറഞ്ഞ വാക്കുകൾ. അവൾ ഞെട്ടിലോട് അവനിൽ നിന്നും അകന്നു. ഭയം അവളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. അവളിലെ മാറ്റം അവനും അറിയുന്നുണ്ടായിരുന്നു. നോക്ക് പത്മ, നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നേ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നെ മനസ്സിലാക്കി എൻ്റെ പെണ്ണായി ജീവിക്കാൻ നീ തയ്യാറാവണം. അവൻ്റെ ആജ്ഞ തന്നെയായിരുന്നത്. സ്വയം പുച്ഛിക്കും പോലെ അവളുടെ ചുണ്ടൊന്ന് കൂടി. ആ മിഴികളിൽ വേദനയുടെ ഒരു കടൽ തന്നെ ഇരമ്പി. മൗനമായവൾ ആ ബെഡിലേക്ക് ചാഞ്ഞു. അവളെ നിരീക്ഷിച്ചിരുന്ന അവൻ്റെ മിഴികൾ അവളിലെ ഭാവങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ വിട് പ്ലീസ്, ഒന്നും ചെയ്യല്ലേ. നീളസായിയുടെ കയ്യിൽ നിന്ന് കുതറി. അവനവളെ പിടച്ചിൽ കണ്ട് സത്യത്തിൽ ദേഷ്യം വന്നതാണ്. ഓടങ്ങി നിൽക്കടി പുന്നാറ മോളെ. അവൻ്റെ ആ ഒറ്റ അലറിൽ അവൾ വാകൂട്ടി. അത്രയും ഭയാണ് അവൾക്ക് അവരെ. നിന്നോട് ഞാൻ എൻ്റെ കൂടെ കിടക്കാനല്ല പറഞ്ഞത്, എൻ്റെ ഭാര്യയായി വരാനാ. അവളുടെ മുഖം ചുവന്നു തൊടുത്തു. പേടിയായിരുന്നു ആ ഒരു വിളിൽ. വിറച്ചു പോയി പെണ്ണ്. നീ എൻ്റേതാണ് നില. നിന്നൊരുത്തിനും വിട്ടു കൊടുക്കില്ല ഞാൻ. നീയായിട്ട് സമ്മതിച്ചാൽ നിനക്ക് കൊള്ളാം. കല്യാണം കഴിക്കാൻ പോലും ഭീഷണി മുഴക്കുന്നവനെ കണ്ട് അറിയാതെ കണ്ണു പിടിച്ചു പോയി അവള്. കൂടുതൽ നിന്ന് കണ്ണു പിടിക്കാതെ പോയി എനിക്കൊരു ചായ കൊണ്ട് താടി. മിടിച്ചു നോക്കുന്ന പെണ്ണിന് നേരെ അവൻ അലറിയതും ജീവനും കൊണ്ട് അവൾ ഓടി. അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞതും അവൻ്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി വിടുന്നു. നിലയോടെ അടുക്കളയിലെത്തിയതും നെഞ്ചത്ത് കൈവച്ച് ശ്വാസം മാഞ്ഞു വലിച്ചു പോയി. അവൾക്കപ്പോഴും സായി പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ താലി കഴുത്തിൽ വീഴുന്ന രംഗം വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കി പെണ്ണ്. അടുത്ത നിമിഷം പേടിയോടെ അവൾ തലയൊന്ന് കുടഞ്ഞു പോയി. നിള, ചായ. ഹാളിൽ നിന്നുള്ള അലർച്ചയിൽ അവൾ വേഗം ചായപാത്രം എടുത്ത് വെള്ളം വെച്ചു. സീത പതിവ് പോലെ രാവിലെ ഉണർന്നു. അവർക്ക് ശരീരമൊക്കെ തളരും പോലെ തോന്നി. അനാവശ്യമായി തനിക്കുള്ളിൽ ചെല്ലുന്ന ഉറക്കു ഗുളികയാണ് തളർച്ചയ്ക്ക് കാരണമെന്ന് അവരിപ്പോൾ അറിഞ്ഞില്ല. മുറ്റത്തേക്കിറങ്ങി കിണറ്റിൻകരയിലേക്ക് ചെന്നൊരു തൊട്ടി വെള്ളം വലിച്ചു കോരി. ഉമിക്കരി കൊണ്ട് പല്ല് തേച്ചും മുഖം കഴുകിയും തിണ്ടയിലിരുന്ന തേഞ്ഞ കുറ്റിച്ചൂലെടുത്ത് അവർ മുറ്റം പണിച്ചു. മൂട്ടിൽ വെയിലടിച്ചാൽ എഴുന്നേൽക്കില്ല. നാശം. ഈ മുറ്റെങ്കിലൊന്ന് തൂത്തൂടെ ആ ആസത്തിന്. കല്ലിതേരെ ഉണർന്നില്ലെന്ന് കരുതി അവർ സ്വയം ആ പെണ്ണിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുറുമുറുത്തു. സീത തന്നെ ഓരോ ജോലികളായി ഒതുക്കി. മണി 7 അവൾ ഉണർന്നില്ലെന്ന് കണ്ടതും സീതയ്ക്ക് കലി കയറി. അവളെ വിളിക്കാൻ മുതിരാതെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഉണങ്ങിയ വിറക് അടുക്കി വെച്ചതിൽ നിന്നും 2 വിറക് കഷ്ണം വലിച്ചൂരിയെടുത്തു. അപ്പോഴാണ് ഒരു കോട്ടൺ സാരിയും എടുത്ത് കയ്യിൽ ഹാൻഡ് ബാഗും കുടയുമായി ജയന്തി ടീച്ചർ അവിടേക്ക് കയറി വന്നത്. എടി കല്ലു. സീത ഉറക്കലറിക്കൊണ്ട് തിരിഞ്ഞതും ടീച്ചറെ കണ്ടവർ വേഗം ബഹുമാനത്തോടെ കയ്യിലെ വിറക് നിലത്തേക്കിട്ടു. അയ്യോ ടീച്ചറോ? അല്ല, എന്താ ഇങ്ങോട്ട്? അത് ഈ വെളുപ്പം കാലത്ത്? അയ്യോ ക്ഷമിക്കണം, കേറി വായോ, അകത്തിരിക്കാം. ഭവ്യതയോടെ സീത പറഞ്ഞതും വാടിയൊരു പുഞ്ചിരി അവർക്ക് കൊടുത്തുകൊണ്ട് ജയന്തി ആ കുഞ്ഞു തിണ്ണയിലേക്ക് കയറിയിരുന്നു. കല്യാണി ഇല്ലേ? ആ പെണ്ണ് ഉറക്കം എണീറ്റില്ല, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ വന്നത്. എന്താ ടീച്ചറെ, ആ കുരുത്തം കേട്ട പെണ്ണ് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആശങ്കയോടെയാണ് സീത കാര്യം തിരക്കിയത്. ജയന്തിക്ക് അമ്മയോട് എങ്ങനെ പറയണമെന്നൊരു ആശങ്ക നിറഞ്ഞു.
ആ വീടും പരിസരവും അവരുടെ ഇല്ലായ്മയും ജീവിത സാഹചര്യങ്ങളും വിളിച്ചോതുന്നുണ്ട്. ഏയ്, കല്ല് നല്ല കുട്ടിയാ. ഞാൻ വന്നത് അവളെക്കുറിച്ച് സീതയോട് കുറിച്ച് സംസാരിക്കാനാണ്. എന്തോ തൻ്റെ മകൾ നല്ല കുട്ടിയെന്ന് ടീച്ചർ വിശേഷിപ്പിച്ചത് സീതയിൽ സന്തോഷം നിറച്ചു. അയ്യോ, ടീച്ചർക്ക് കാപ്പി എടുക്കട്ടെ, ഇവിടെ പാലില്ലേ? അല്പം ജാളിതയോടെ സീത പറഞ്ഞതും ജയന്തി അവരെ പുഞ്ചിരിയോടെ നോക്കി. ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചതാ. രാവിലെ അധികം ഇങ്ങനെ കുടിക്കുന്ന ശീലമൊന്നുമില്ല. സീത ഇവിടെ ഇരിക്കൂ, ടീച്ചർ പറഞ്ഞത് മനസ്സറിഞ്ഞയോടെ അവരിരുന്നു. സീത, പെൺകുട്ടികൾ എപ്പോഴും നമ്മൾ അമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ പ്രായത്തിനൊത്ത് നമുക്ക് അവരിലുള്ള ശ്രദ്ധയും നിരീക്ഷണവും വേണം. സീത കാര്യം മനസ്സിലാകാതെ അവരല്പം ആശങ്കയോടെ കേട്ടു. കല്യാണി മോളിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് സീത. ആ കുട്ടി മാനസികമായാകെ തകർന്നു പോയി. ഒരമ്മയോടത് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ പറയാതെ പറ്റില്ല. കല്യാണി ആ കുഞ്ഞിനെ ഒരാൾ ക്രൂരമായി കീഴ്പ്പെടുത്തി. അതൊന്നല്ല, പലതവണ ഈ വീട്ടിൽ വെച്ച് തന്നെയാ ആ കുട്ടി ഇതൊക്കെ അനുഭവിച്ചത്. ജയന്തിയുടെ വാക്കുകൾ കേട്ട് ശ്വാസമെടുക്കാൻ പോലും മറന്ന് തറഞ്ഞിരുന്നു പോയി സീത. ടീച്ചർ അവരെ കൂർപ്പിച്ച് നോക്കി. സീതയുടെ കണ്ണുനീർ കണ്ടിട്ട് അവർക്ക് യാതൊരു അലിവും തോന്നിയില്ല. ആ പിഞ്ചുകുഞ്ഞ് അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം ഒരു തരത്തിൽ ഇവരും കാരണക്കാരാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെ കൂടുതൽ ശ്രദ്ധിക്കാതെ എല്ലാ കാര്യങ്ങളും ജയന്തി തുറന്നു പറഞ്ഞു. അതോടെ സീതയാകെ തകർന്നു. എൻ്റെ മോള്, എൻ്റെ ഈശ്വര! സീത മരവിച്ച പോലെ അവിടെ ഇരുന്ന് കണ്ണുനീര് വാർത്തു. ഈ അവസ്ഥയിൽ പറയാൻ പാടില്ലെന്ന് അറിയാം, എന്നാലും പറയാതെ വയ്യ. നിങ്ങളാ ആ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. സ്വന്തം മക്കളെയാണോ അതോ ഏതോ ഒരുത്തനെയാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? 2 പെൺകുഞ്ഞുങ്ങളുള്ള നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വേറെ ഒരുത്തിന് വീട്ടിൽ കയറി നിരങ്ങാനുള്ള അവകാശം കൊടുത്തത്? ടീച്ചറുടെ വാക്കുകൾ അവരെ ചുട്ടുപൊള്ളിച്ചു. കത്തിക്കൊണ്ട് ഹൃദയം കീറി മുറിയും പോലെ അവർക്ക് നൊന്തു. ഒരിക്കലും തൻ്റെ മക്കളെ മറന്നതല്ല, പകരം ഒരു ആൺകുഞ്ഞില്ലാതിരുന്ന തനിക്ക് ഒരു മകനെ കിട്ടിയപ്പോൾ വിശ്വസിച്ച് പോയതാണ്. എനിക്ക് എൻ്റെ മോളെ വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ ഞാൻ അവനെ. പൊട്ടിക്കരഞ്ഞു പോയി അവർ. ജയന്തി അവരെ പുച്ഛത്തോടെ നോക്കി. മൂത്ത മകളെയും ഇവന് വേണ്ടിയല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? ആർക്കറിയാം, ആ കുട്ടി ഒളിച്ചോടി പോയതാണോ അതോ ഇനി ഇവൻ വല്ല കളിയും കളിച്ചതാണോന്ന്. എന്തൊരു അമ്മയാ നിങ്ങൾ. ആ കുട്ടി ജീവനോടുണ്ടോന്നെങ്കിലും അന്വേഷിച്ചോ നിങ്ങൾ? ടീച്ചർ പറഞ്ഞ നിമിഷം ഹൃദയം പോലും മരവിച്ച് ഹീരയെ ഓർത്ത് അലറിക്കരഞ്ഞു പോയവർ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കള്! നെഞ്ചിൽ ആഞ്ഞു തല്ലി കരഞ്ഞുകൊണ്ട് അവർ കുഴഞ്ഞു നിലത്തേക്ക് ചാഞ്ഞു വീണു. തൻ്റെ മൂത്ത മകളെ കുറിച്ച് അവർ ഓർത്തു. ഇവൻ കൊള്ളില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ കുഞ്ഞിന് താൻ തല്ലിയതോർത്ത് അവർ വിങ്ങിക്കരഞ്ഞു. അവർക്ക് ഹീരയെ കാണാൻ തോന്നി. ആ കാലിൽ വീണ് മാപ്പ് പറയാൻ തോന്നി. അതിലുപരി തൻ്റെ മകൾക്ക് ആപത്തൊന്നും പറ്റാതെ കാക്കണേന്ന് ദൈവങ്ങളോട് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. ടീച്ചർ അവരെ താങ്ങി. എവിടേക്കോ ഒരു സഹതാപം അവർക്ക് തോന്നിപ്പോയി. എല്ലാം സ്വയം വരുത്തി വെച്ചതാണെന്ന് അവർക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു അമ്മ കരഞ്ഞ് നെഞ്ചു വിങ്ങി കിടക്കുമ്പോൾ കൂടുതൽ കുത്തി നോവിക്കാൻ തോന്നിയില്ല അവർക്ക്. സീത, കുറച്ച് ധൈര്യം കാണിക്കണം. കല്ലു, അവളെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. അതുപോലെ ആ നാറിയെ വെറുതെ വിടരുത്. പോലീസിൽ പരാതി കൊടുക്കാനാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ഭാവിയല്ലെന്ന് ഓർത്തപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കാൻ ഓർത്തു. ടീച്ചർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞു. സീത ഒന്നും മിണ്ടാതെ മരിച്ച മനസ്സുമായി അവിടെ തളർന്നു കിടന്നു. വെളുപ്പാങ്കാലം തൻ്റെ ഏലന്തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയതാണ് ദേവൻ. തൻ്റെ ജീപ്പിന്റെ കുലുക്കം കാര്യമാക്കാതെ അവൻ അല്പ സ്പീഡിൽ തന്നെയാണ് ജീപ്പ് ഓടിച്ചത്. അധികം ആളുകളൊന്നും ഇല്ലാത്ത വിജനമായ സ്ഥലമായിരുന്നു ആ വഴി. ഇടുങ്ങിയ ചെമ്മൻ പാതയോട് അവൻ്റെ വണ്ടി കുലുങ്ങി പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. മനസ്സ് നിറയെ ഹിമയാണ്. സ്വന്തം കുടുംബത്തിനും പ്രണയത്തിനും വേണ്ടി സ്വയം എരിഞ്ഞു തീർന്നവൾ. അവളെ ഓർക്കി അവനുള്ളിൽ വല്ലാത്ത സങ്കടം നിറഞ്ഞു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ദൂരെ ആരോ കിടക്കും പോലെ തോന്നിയതും ദേവന്റെ നൊറ്റിയൊന്ന് ചുളിഞ്ഞു. ചുറ്റും ആരുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനൊരു കാഴ്ച അവനൊട്ട് പ്രതീക്ഷിച്ചില്ല. വണ്ടി കൂടുതൽ അടുത്തേക്ക് ചെന്നതും അതൊരു പെൺകുട്ടിയാണെന്ന് അവൻ മനസ്സിലായി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവളെ കണ്ട് അവൻ വേഗം വണ്ടി ഒതുക്കി. ഉള്ളിൽ നിറഞ്ഞ ആശങ്കയോടെയാണ് അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അല്പപ്രാണനുമായ മുഖം പോലും വ്യക്തമാകാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവളെ കണ്ട് അവൻ ആകെയൊന്ന് വിറച്ചു പോയി. പതിയെ അടുത്തേക്ക് ചെന്ന് മുട്ടിലിരുന്ന് അവൻ ആ പെൺകുട്ടിയുടെ കവിളിലൊന്ന് തട്ടി. അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും അവനാകെ വിയർത്തു പോയി. ഏയ് കുട്ടി! എത്ര വിളിച്ചിട്ടും അവൾക്ക് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ആരും സഹായത്തിന് പോലും ഇല്ലാതെ അവനാകെ വലഞ്ഞു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അതും വസ്ത്രങ്ങൾ പോലും കീറിപ്പറഞ്ഞ അവസ്ഥ. എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചെന്ന ബോധം അവന് വന്നതും ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി. ഏറിയാലൊരു 14-15 വയസ്സ്, അത്രയേ കുഞ്ഞിന് കാണും എന്നവന് മനസ്സിലായി. അതോടുള്ളിൽ വല്ലാത്ത സഹതാപവും വേദനയും തോന്നിയവന്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോയ നിമിഷമായിരുന്നു അത്. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ പോലീസിനെ തന്നെ വിളിച്ചു. അല്ലാതെ അവന് മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിൽ തന്നെ ടൗണിലേക്ക് ഈ വഴി തിരികെ പോകാൻ നല്ല ദൂരമുണ്ട്. ഇതേ സമയം തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ ഒരുവൻ കൊല്ലാക്കൊല ചെയ്തത് അറിയാതെ ഹീരാനാളിലെ ചെറിയ ബസ് സ്റ്റോപ്പിൽ തോളിലിട്ട ചെറിയ ബാഗുമായി വന്നിറങ്ങി.
കല്ലൂനൊന്ന് കാണാൻ അവളുടെ ഉള്ളം തുടിച്ചു. വഴിയിൽ കണ്ടൊരു ഓട്ടോക്ക് കൈ കാണിച്ചുകൊണ്ട് അവൾ അതിലേക്ക് കയറി. ഊർന്നു പോകുന്ന ബാഗ് നേരെ പിടിച്ചിട്ട് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ വീടിന് മുമ്പിൽ വന്നിറങ്ങി. ഉള്ളിൽ നിറഞ്ഞ അസ്വസ്ഥതയോടെ അവൾ ആ വീടിനെ തന്നെ ഉറ്റുനോക്കി. പല ഓർമ്മകളും അവളെ ചുറ്റി വരിഞ്ഞു. എത്രയൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാലും അവൾക്കുള്ളിൽ ആ പഴയ ഹീര വെടിയോ ഒളിച്ചിരുന്ന് കുത്തിനോവിച്ചു. തനിക്കിവിടെ കരുതി വെച്ചിരിക്കുന്ന വേദനകൾ അറിയാതെ അവൾ ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് നടന്നു.